CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വില 60 രൂപയും വാണിജ്യ സിലിണ്ടറുകളുടെ വില 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്നു മുതൽ നിലവിൽ വന്നു. വില വർധനവിന് പിന്നാലെ പാചകവാതക സിലിണ്ടർ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താവിന് 21 ദിവസത്തിനു ശേഷമേ ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ചാവക്കാട് പൊന്നാനി ദേശീയപാത 66 എടക്കഴിയൂരിൽ പെട്രോൾ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. എടക്കഴിയൂർ കാജ കമ്പനി അണ്ടർപാസിന് മുകളിൽ ഇന്ന് രാവിലെ 6 മണിക്കാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ടാങ്കർ ഡ്രൈവർ തിരൂർ ആലിങ്ങൽ സ്വദേശി എടശ്ശേരി വീട്ടിൽ ഇബ്രാഹിമിന് പരിക്കേറ്റു. പെങ്ങാമുക്ക് മാർത്തോമ പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന 2 ഇരുചക്രവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവ ബലിദർശനത്തിന് ആയിരങ്ങളെത്തി. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നുവെന്നാണ് ഉത്സവ ബലിയിലെ സങ്കല്പം. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പൊന്നംകോട് ഫ്ളാറ്റ് റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കുന്നംകുളം വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ചൂണ്ടൽ പഞ്ചായത്തിലും കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും നടന്ന പരിശോധനയിൽ വിവിധ തരത്തിലുള്ള ജലമോഷണങ്ങൾ കണ്ടെത്തി. ഇവരിൽ നിന്ന് പിഴ ഈടാക്കി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. പൈപ്പ് പൊട്ടി 3 ദിവസം കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രദേശവാസികൾ. കടവല്ലൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ കൊങ്ങണൂർ സബ് സ്റ്റേഷന് സമീപമാണ് പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പിലാവിൽ ഹോട്ടലിൽ തീപിടുത്തം. കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ബുക്ക് റെസ്റ്റോറന്റിലാണ് ശനിയാഴ്ച രാവിലെ 7 മണിയോടെ തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി. വടക്കേകാട് പഞ്ചായത്തിലെ നായരങ്ങാടി മുതൽ ചക്കിത്തറ വരെ BMBC നിലവാരത്തിലൊരുക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ പഞ്ചായത്തിലെ തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് വാങ്ങിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് MLA നിർവഹിച്ചു. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി നടപ്പിലാക്കുന്ന സമൃദ്ധി കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ട ഫണ്ട് കൈമാറി. വിവിധ വാർഡുകളിൽ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി 50 ലക്ഷം രൂപയുടെ ചെക്കാണ് നഗരസഭാ അധികൃതർ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത്. KSEB കുന്നംകുളം ഡിവിഷന് കീഴിലെ ജീവനക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഡിവിഷൻ തല കായികമേള സിനർജിയ 26-ന് തുടക്കം. പഴുന്നാന ടർഫിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കായികമേള തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ പ്രതിരോധ സമഗ്ര വാക്സിനേഷൻ പരിപാടിയുടെ ഭാഗമായി ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള വാക്സിനേഷൻ വിതരണം ആരംഭിച്ചു. കേച്ചേരി ആയമുക്കിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. മുല്ലയ്ക്കൽ അബ്ദുൾ ഖാദറിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് തകർന്നത്. അബ്ദുൾ ഖാദർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ കോൺഫറൻസ് ഹാളിന്റെയും കുടുംബശ്രീ ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. മണലൂർ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 70 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുകളിൽ നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെയും കുടുംബശ്രീ ഓഫീസിന്റെയും ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയുടെ ആദ്യഘട്ടത്തിന് ഗുരുവായൂരിൽ സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് നിന്നാരംഭിച്ച് വടക്കൻ ജില്ലകളിലൂടെ പ്രയാണം നടത്തിയ സംസ്ഥാന ജാഥയുടെ സമാപനമാണ് ശനിയാഴ്ച ഗുരുവായൂരിൽ നടക്കുക. കുന്നംകുളം ടൗൺ മസ്ജിദിലൊരുക്കിയ ഇഫ്താർ സൗഹൃദ സംഗമം ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയുടെ വേദിയായി മാറി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി പെരുന്തുരുത്തി കരിയപാടം കോൾപ്പടവിൽ നെല്ല് സംഭരണം പുരോഗമിക്കുന്നു. 50 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ കൊയ്ത്ത് പൂർത്തിയായി. സപ്ലൈകോക്ക് വേണ്ടി സ്വകാര്യ മില്ലുകാരാണ് കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ പഴഞ്ഞി 52-ാം നമ്പർ ഉല്ലാസ് അങ്കണവാടിയുടെ 33-ാം വാർഷികം ആഘോഷിച്ചു. ഐനൂർ ക്രസന്റ് ഹാളിൽ
കിങ്ങിണിക്കൂട്ടം എന്ന പേരിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പറക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം നേതാവുമായിരുന്ന VR പുഷ്കറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ഗ്രാമസഭകളുടെ പേര് മഹാത്മാഗാന്ധി ഗ്രാമസഭ എന്ന് പുനർനാമകരണം ചെയ്യണമെന്നാവശ്യമുന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഒപ്പ് ശേഖരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭ കുടുംബശ്രീ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലൊരുക്കുന്ന പെണ്ണ് മ്യൂസിക്കൽ ആൽബത്തിന്റെ പോസ്റ്റർ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.